ബിജെപി അധ്യക്ഷൻ അമിത് ഷാ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന നേതാക്കളുടെ യോഗം വിളിച്ചു. ഈ യോഗത്തിന് മുൻപ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ.പി. അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുവെങ്കിലും ഉത്തരേന്ത്യയിൽ ഇന്ന് ഹോളി ആഘോഷമാണ്. ഉത്തരേന്ത്യ ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? അമീന, ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അമീന സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം തന്നെയാണ്. വലിയ ആഘോഷ തിമിർപ്പിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യക്കാർ. എന്നാൽ ഉച്ചയോടുകൂടി ആ ആഘോഷങ്ങൾ ഏതാണ്ട് അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്ന് ബിജെപി ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ്. ബിജെപി ഓഫീസിൽ നിന്ന് ഇന്ന് പല നേതാക്കളും മാറി നിൽക്കുന്നുണ്ട്. അതാത് സംസ്ഥാനങ്ങളിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ പോലും ബിജെപി ആസ്ഥാനത്തോ മറ്റും ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങളും നടക്കുന്നില്ല. ഇന്ന് മാധ്യമ വിഭാഗവുമായി സംസാരിക്കുമ്പോൾ പോലും സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ പുറത്തിറങ്ങുമെന്നത് സംബന്ധിച്ച അന്തിമമായ ഒരു വിവരം നേതൃത്വം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ 91 സ്ഥാനാർത്ഥികൾ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പട്ടിക എപ്പോഴാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്നത് കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കുക. ഇന്ന് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പട്ടിക പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇന്ന് വൈകിട്ട് അമിത്ഷാ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള തർക്കങ്ങളും ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകും. പി.എസ്. ശ്രീധരൻപിള്ള ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള ഒരു ചുമതല തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നില്ല എങ്കിൽ മറ്റൊരു സീറ്റിലും മത്സരിക്കില്ല എന്നാണ് അറിയിച്ചത് എങ്കിൽ പോലും ദേശീയ നേതൃത്വം കൃത്യമായി നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് മത്സരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ 3 or 4 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനം നൽകിയ പട്ടികയിൽ കാര്യമായി തിരുത്തലുകൾ വരുത്തുകയും അൽഫോൺസ് കണ്ണന്താനം, ടോം വടക്കൻ ഉൾപ്പെടെയുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് NDA സ്ഥാനാർത്ഥിയായി വരുന്നത് PC തോമസ് ആണ്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥി പട്ടികയിൽ 20 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയിലാണ് ന്യൂനപക്ഷ മുഖങ്ങൾ ഉണ്ടാകേണ്ടത്. സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നത് ഇത്തരത്തിലൊരു പട്ടിക തന്നെയായിരിക്കും പുറത്തിറങ്ങുക. അമീന. ശരി അഭിലാഷ്.